ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടി കൊറിയർ ഓഫീസിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ പാഴ്സൽ ഓഫീസ്, ആപ്സ് എന്നാണ് എൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഹസ്ബൻഡ് അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഓൾറെഡി അവരവിടെ നമ്മൾ കൊറിയർ ചാർജൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് കൊറിയർ അയച്ചതാണ് കേട്ടോ. പക്ഷേ എങ്കിലും അവിടെ കുറച്ച് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പം പുള്ളി അവിടെ വന്നപ്പോഴേ പറയുന്നുണ്ട്, എന്തുപാടി ഇത് ബുക്ക് തന്നെയാണോ ഓടിയുന്നത്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബുക്സാണ് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബുക്സൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് AIO ബുക്ക് വേൾഡ് എന്നൊരു ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട്. നല്ല അടിപൊളി സർവീസാണ്. അപ്പോൾ എൻ്റെയും ആമീസിൻ്റെയും ഒക്കെ ബുക്സ് ഇതിനകത്തിലുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത മോടെ ബുക്സും ഉണ്ട്. അവളും കുറേ ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവിടെ ബുക്സിന് വേണ്ടിയിട്ട്, അവിടെ ബുക്സിനെക്കാട്ട് കൂടുതൽ എൻ്റെ ബുക്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ആ ബുക്സ് ലാസ്റ്റ് ഫൈനൽ കിട്ടി. ഞാൻ ലീവിന് വന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം ഇത് തന്നെയായിരുന്നു കേട്ടോ, എൻ്റെ ബുക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്നാണ് ഉദ്ദേശമെങ്കിലും അൺബോക്സിംഗ് എന്നുള്ളത് ചെറിയ പരിപാടിയായിരുന്നില്ല. ഇവരുടെ പാക്കിങ് അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് പാക്കിങ് ചെയ്താണ് വിട്ടിരുന്നത്. അത് വിഷ്ണുവിന് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. വിഷ്ണു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും എനിക്ക് തോന്നുന്നു ഇതിലൊരു 3 ചെറുപ്പക്കാർ കൂടിയുള്ളൊരു ഓൺലൈൻ കൂട്ടായ്മയാണ്. ഇതൊരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിൽ നമ്മൾ എന്ത് ബുക്സ് ചോദിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിന് മറുപടി തന്നിരിക്കും കേട്ടോ. പണ്ടൊക്കെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ബുക്സൊക്കെ എഴുതി വെച്ചിട്ട് ലീവിന് വരുമ്പോൾ അതെല്ലാം തപ്പി കുറേ സ്റ്റോറിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ബുക്സ് തപ്പി. ബട്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി, അവരത് അവൈലബിൾ ആക്കി തന്നിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വർഷമായിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന ബുക്സാണ് ഇതെല്ലാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി അതിൻ്റെ ഓരോ ബുക്സും അൺബോക്സ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട് അതിലും എക്സൈറ്റഡ് ആണ്. അതിൻ്റെ പുതിയ ബുക്സിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു കവർ പേജും അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബുക്സ് എല്ലാം ഓർഡർ ചെയ്ത ബുക്സ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വർഷം ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ള കുറച്ചായിട്ട് ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് അടുത്ത ലീവിന് വരുമ്പോൾ അത് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ വേറെ ചേച്ചിയുടെ ബുക്സും കുറച്ച് ബുക്സ് ഓർഡർ ചെയ്ത് ആ ചേച്ചി ഓർഡർ ചെയ്ത ബുക്സും ഇതിനകത്തിലുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവിനൊരു ബിഗ് താങ്ക്സ് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ കാത്തിരിപ്പാണ്. കടൽ കടന്ന് പോകാനുള്ള ഞങ്ങളുടെ കുറേ ബുക്സാണിത്. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വിരസവേളകളെ ആനന്ദകരമാക്കി മാറ്റാനുള്ള ഒരു ടൂളാണ് കേട്ടോ ഈ പുസ്തക വായന എന്നുള്ളത്. പിന്നെ എനിക്കൊരു കുഞ്ഞ് ലൈബ്രറി സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം പഴയ കുറേ ബുക്സൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടി എനിക്കൊരു ലൈബ്രറി സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ, ലൈബ്രറി സെറ്റ് ചെയ്തതിൻ്റെ. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ബുക്സ് കിട്ടുന്നത് ഏറ്റവും വിലക്കുറവിലാണ് കേട്ടോ. ഞാൻ നേരത്തെ കുറേ ടൈംസ് ബുക്ക് വാങ്ങിച്ചിട്ട് ഉള്ള അനുഭവം വെച്ചിട്ട് എനിക്ക് അതിൽ ഒത്തിരി വില കുറച്ചാണ് ഇവരുടെ കയ്യിൽ നിന്ന് ബുക്സ് കിട്ടിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ബുക്സൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അഫോർഡബിളായിട്ട് കിട്ടുക എന്നുള്ളതൊരു മെയിൻ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ബുക്സ് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് വളരെ കുറച്ച് ബുക്സ് മാത്രമേ, നമ്മുടെ ആഗ്രഹങ്ങൾ ചുരുക്കി കുറച്ച് ബുക്സ് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഇത്രയും